ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഹദീസ് നിഷേധിയുമായി നടന്ന പ്രബോധനത്തിൽ അദ്ദേഹം പ്രധാനമായും ചോദിച്ചൊരു ചോദ്യം ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ മാനദണ്ഡത്തെ ദൈവിക മാനദണ്ഡമായി അംഗീകരിക്കാൻ ഖുർആനിൽ വ്യക്തമായ തെളിവ് എവിടെയാണ് എന്നതാണ്. അപ്പം അദ്ദേഹവുമായി നടന്ന പ്രബോധനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ ആദ്യം ഹദീസ് നിഷേധി പറഞ്ഞത് വായിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇമാം ബുഖാരി ശേഖരിച്ചു എന്ന് പറയപ്പെടുന്ന ലക്ഷക്കണക്കിന് റിപ്പോർട്ടുകളിൽ നിന്ന് ഏതാനും 1000 മാത്രം സ്വീകരിക്കുകയും ബാക്കിയുള്ളവ നിരസിക്കുകയും ചെയ്തു. ആ തീരുമാനമെടുത്തത് അള്ളാഹുവോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ല, ഒരു മനുഷ്യനാണ്. ദീനിൽ പ്രമാണമായി സ്വീകരിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹു ബുഖാരി റഹിമഹുല്ലക്ക് നൽകിയിട്ടുണ്ടോ? ഇത് അള്ളാഹു വെളിപ്പെടുത്തിയതാണോ അതോ ഒരു മനുഷ്യൻ്റെ ഗവേഷണമാണോ? മനുഷ്യൻ്റെ ഗവേഷണമാണെങ്കിൽ അത് ബഹുമാനിക്കാം, പക്ഷേ ദൈവിക പ്രമാണമാക്കാൻ കഴിയില്ല. 9:100 അള്ളാഹു നന്മയിൽ അവരെ പിന്തുടർന്നവർ അഥവാ സഹാബികൾ റളിയല്ലാഹു അൻഹുവിനെ നന്മയിൽ പിന്തുടർന്നവർ എന്ന് 9:100 പറഞ്ഞിട്ടുണ്ടല്ലോ. സഹാബികളെ അന്ധമായി പിന്തുടരുക എന്നല്ല, നന്മയിൽ പിന്തുടരുക എന്നാണ്. അതുകൊണ്ട് തന്നെ സഹാബികൾക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ആരെയാണ് പിന്തുടരേണ്ടത് എന്ന് ഖുർആൻ പറയുന്നത് അള്ളാഹുലേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മടക്കാനാണ്. ഇത് സൂറത്തു നിസായിലെ 4-ാം അധ്യായം 59-ാം വചനം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, 4:115 വിശ്വാസികളുടെ വഴി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ വഴി തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആനാണ്. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വ്യക്തി തയ്യാറാക്കിയ സമാഹാരമല്ല. ചിലർ പറയുന്നത് ഖുർആൻ സഹാബികൾ വഴിയാണ് വന്നത്, അതിനാൽ ഹദീസും അതേപോലെ സ്വീകരിക്കണം. ഈ വാദം ശരിയല്ല. ഖുർആൻ മുഴുവൻ സമൂഹത്തിൻ്റെ നിരന്തര പാരായണത്തിലൂടെയും മുത്തവാത്തിർ സംരക്ഷിക്കപ്പെട്ടു. ഹദീസുകൾ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മുഹദ്ദിസുകൾ തന്നെ സഹീഹ്, ഹസന്, ദഈഫ്, മൗദൂ എന്നിങ്ങനെ തരംതിരിച്ചത്. ഖുർആന് അത്തരമൊരു പരിശോധന ആവശ്യമില്ല. അതിനാൽ ബുഖാരിയുടെ മാനദണ്ഡത്തെ ദൈവിക മാനദണ്ഡമായി അംഗീകരിക്കാൻ ഖുർആനിലോ അള്ളാഹുവിൻ്റെ വഹിയിലോ വ്യക്തമായ തെളിവ് എവിടെയാണ്? ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ഹദീസ് എന്നറിയപ്പെടുന്ന പ്രവാചക വചനങ്ങളും പ്രവൃത്തി വിവരണങ്ങളും ഇസ്ലാമിൽ ദൈവിക പ്രമാണത്തിൻ്റെ നിലയിലാണോ അല്ലെങ്കിൽ ചരിത്രരേഖകളുടെ പരിധിയിലാണോ നിലകൊള്ളുന്നത്? ഒരു മതത്തെ ബൗദ്ധികമായി ന്യായമായി വിലയിരുത്താൻ അത് സ്വയം ഏത് ഗ്രന്ഥത്തെ തൻ്റെ അടിസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന മനുഷ്യർക്ക് ലഭിച്ച ദിവ്യ സന്ദേശം പരിശുദ്ധ ഖുർആനാണെന്ന് ഖുർആൻ തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. വിശ്വാസത്തിൻ്റെയും നിയമത്തിൻ്റെയും കേന്ദ്രമായി ഖുർആനെ അവതരിപ്പിക്കുന്ന ഈ അവകാശവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിൽക്കാലത്ത് മനുഷ്യൻ ശേഖരിച്ച ഹദീസുകൾക്ക് എത്രത്തോളം മതാധികാരം നൽകാം എന്നതാണ്. അതിനാൽ ഹദീസുകളെ അപമാനിക്കാനോ അവഗണിക്കാനോ അല്ല ഈ ലേഖനം. പകരം ഖുർആൻ സ്വയം നൽകുന്ന മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ ഹദീസുകളുടെ സ്ഥാനം പ്രമാണമോ ചരിത്രമോ എന്ന നിലയിൽ വിമർശനാത്മകമായി പരിശോധിക്കുകയാണ് ലക്ഷ്യം. ഹദീസുകൾ മതപ്രമാണമാണെങ്കിൽ ആരുടെ തീരുമാനമാണ് നിർണായകം? ഹദീസുകൾ ഇസ്ലാമിൻ്റെ ദൈവിക പ്രമാണമാണെന്ന വാദം അംഗീകരിച്ചാൽ
ഒരടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായി മുസ്ലിം ഭൂരിപക്ഷം പൊതുവിൽ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണല്ലോ സഹീഹുൽ ബുഖാരി. എന്നാൽ ഇമാം ബുഖാരി റഹിമഹുല്ല ശേഖരിച്ചുവെന്ന് പറയപ്പെടുന്ന ലക്ഷക്കണക്കിന് ഹദീസുകളിൽ അദ്ദേഹം തള്ളിക്കളഞ്ഞ ലക്ഷത്തിലധികം ഹദീസുകളിലെ മതനിയമങ്ങൾ നമുക്ക് ബാധകമല്ലെന്ന് തീരുമാനിച്ചത് ആര്? ഈ തീരുമാനമെടുത്തത് അല്ലാഹുവോ? അല്ല. റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല. ആ തീരുമാനമെടുത്തത് ഇമാം ബുഖാരി റഹിമഹുല്ല എന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ പ്രശ്നം വ്യക്തമാണ്. ഒരു ഹദീസ് ദൈവിക മതനിയമത്തിൻ്റെ ഉറവിടമാണെങ്കിൽ അത് സ്വീകരിക്കണമോ നിരസിക്കണമോ എന്ന അന്തിമ അധികാരം മനുഷ്യർക്കുണ്ടാകാൻ പാടില്ല. ഖുർആൻ ചോദിക്കുന്നു, മതനിർമ്മാണത്തിൽ അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? ഇത് അദ്ധ്യായം 42 വചനം 21. അള്ളാഹു സംരക്ഷിച്ചത് എന്താണ്? അള്ളാഹു ഉറപ്പു നൽകിയിരിക്കുന്നത് ഖുർആനിൻ്റെ സംരക്ഷണത്തിനാണ്. അള്ളാഹു പറഞ്ഞു, ഈ സ്മരണ നാമാണ് ഇറക്കിയത്, അതിനെ സംരക്ഷിക്കുന്നതും നാമാണ്. ഇത് 15 അധ്യായം 9 വചനം. ഈ സ്മരണ, ഈ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുർആനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളെക്കുറിച്ച് അള്ളാഹു എവിടെയും ഇതുപോലൊരു ഉറപ്പ് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഹദീസ് ശേഖരണത്തിൽ മനുഷ്യ ഇടപെടൽ ഉണ്ടായി. സ്വീകരണം നിരസനം മനുഷ്യനിർണയമായി മാറി. മതനിയമങ്ങൾ അള്ളാഹു നിശ്ചയിച്ച മതം ഒരു മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ ആശ്രയിച്ചിരിക്കില്ല. അതുകൊണ്ട് ഹദീസുകൾ ദൈവിക അധികാരമുള്ള പ്രമാണമാകാൻ കഴിയില്ല. ദൈവിക പ്രമാണമായി നിലകൊള്ളുന്നത് അള്ളാഹു സംരക്ഷിച്ച ഖുർആൻ മാത്രമാണ്. ഹദീസുകൾ ദൈവികമായി ബാധകമായ മതപ്രമാണങ്ങളല്ലെന്ന നിലപാട് ഹദീസ് സാഹിത്യത്തിന് യാതൊരു മൂല്യവുമില്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഖുർആൻ തന്നെയാണ് അത്തരം മനുഷ്യരേഖകൾ എന്തെല്ലാം പരിധിയിൽ ഉപയോഗപ്പെടുത്താമെന്ന് വ്യക്തമായി നിർദ്ദേശിക്കുന്നത്. ഒരു ഹദീസ് സ്വീകരിക്കപ്പെടാനുള്ള ഏക മാനദണ്ഡം ഇതാണ്: അത് ഖുർആനോട് പൂർണ്ണമായി പൊരുത്തപ്പെടുന്നുണ്ടോ? ഖുർആനോട് വിരുദ്ധമായ ഹദീസ് നിരസിക്കണം. ഖുർആനിൽ ഇല്ലാത്ത നിയമങ്ങൾ സൃഷ്ടിക്കുന്ന ഹദീസ് നിരസിക്കണം. അള്ളാഹുവിനെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അപമാനിക്കുന്ന ഹദീസ് നിരസിക്കണം. ഖുർആനാണ് മീസാൻ, തുലാസ്. ഹദീസ് ആ തുലാസിൽ തൂക്കപ്പെടേണ്ടതാണ്, തുലാസിനെ മാറ്റി സ്ഥാപിക്കാനല്ല. ഹദീസുകൾ ഒരിക്കലും മതാധികാരമാകില്ല. മാർഗദർശനത്തിന് ഖുർആൻ മാത്രം മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നത് അദ്ദേഹം അനുസരിച്ച ദൈവിക മാർഗം തന്നെയാണ്. ഖുർആൻ പറയുന്നു, എനിക്ക് വെളിപ്പെടുത്തപ്പെടുന്നതിനെ മാത്രമാണ് ഞാൻ പിന്തുടരുന്നത്. ഇത് 46 അധ്യായം 9 വചനം. അതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ അടിസ്ഥാനവും മാനദണ്ഡവും ഖുർആനാണ്. ഖുർആനിൻ്റെ സംരക്ഷണത്തിന് അള്ളാഹുവിൻ്റെ ഉറപ്പുണ്ട്. 15 അധ്യായം 9 വചനം. ഹദീസുകൾക്ക് അത്തരം ഉറപ്പ് ഖുർആനിലില്ല. 4:59 അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിലേക്കാണ് ഇത് മടക്കേണ്ടത്. ഇന്ന് അദ്ദേഹം കൈമാറിയ സംരക്ഷിത വെളിപാടായ ഖുർആനിലേക്കാണ്. ആയത്ത് ബുഖാരിയിലേക്കോ മുസ്ലിമിലേക്കോ മടങ്ങുക എന്ന് പറയുന്നില്ല. നിസ്കാരവും ഹജ്ജും സംബന്ധിച്ച ചോദ്യങ്ങൾ പലപ്പോഴും ഉയർത്താറുണ്ട്. എന്നാൽ അത് ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് ഖുർആന് തുല്യമായ ദൈവിക പ്രമാണ പദവി തെളിയിക്കുന്നില്ല. ഒരു പ്രായോഗിക പാരമ്പര്യമുണ്ടായിരിക്കാം. അതിൽ നിന്ന് എല്ലാ ഹദീസ് സമാഹാരങ്ങളും ദൈവിക നിയമസ്രോതസ്സാകുന്നു എന്ന നിഗമനം വരില്ല. പിന്നീട് മനുഷ്യർ സമാഹരിക്കുകയും മനുഷ്യർ സഹീഹ്, ലഈഫ് എന്ന് വർഗീകരിക്കുകയും ചെയ്ത ഹദീസ് ഗ്രന്ഥങ്ങൾ ഖുർആന് തുല്യമായ ദൈവിക മതപ്രമാണമാണെന്ന് വ്യക്തമായി പറയുന്ന ഒരു ഖുർആൻ ആയത്ത് കാണിക്കാമോ? അതാണ് ഈ ചർച്ചയുടെ കേന്ദ്ര ചോദ്യം.
ഖുർആന് പുറമെ ദീനിൽ ബാധകമായ ആധികാര സുന്നത്ത് ഏതാണെന്ന് നിർണയിക്കാനുള്ള ദൈവിക മാനദണ്ഡം എന്താണ്? ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അതിനാൽ എൻ്റെ ചോദ്യം, കാരണം ദൈവിക ദീൻ മനുഷ്യരുടെ വ്യത്യസ്ത ഹദീസ് വിലയിരുത്തലുകളെ ആശ്രയിക്കുന്നതാണെങ്കിൽ അന്തിമ നിർണായകൻ അല്ലാഹു അല്ല, മനുഷ്യനായി മാറും. അതാണ് ഞാൻ ഉന്നയിക്കുന്ന അടിസ്ഥാന ചോദ്യം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്, ഖുർആൻ നമ്മോട് സഹാബികൾ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടരാൻ കൽപ്പിക്കുന്നു. അള്ളാഹു പറയുന്നു, ആദ്യമായി മുൻകടന്നു വന്നവർ മുഹാജിറുകളും അൻസാറുകളും അവരെ നന്മയിൽ കൃത്യമായി പിന്തുടർന്നവരും അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് സൂറത്ത് തൗബയിലെ 9-ാം അധ്യായം 100-ാം വചനാണ്. അതിനാൽ ഖുർആൻ കൽപ്പിക്കുന്നത് സഹാബികൾ റളിയല്ലാഹു അൻഹുവിനെ കൃത്യമായി നന്മയിൽ പിന്തുടരാനാണ്. അതോടൊപ്പം അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ആരെങ്കിലും സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയും വിശ്വാസികളുടെ വഴിയല്ലാത്ത വഴി പിന്തുടരുകയും ചെയ്താൽ അവൻ തിരഞ്ഞെടുത്ത വഴിയിലേക്ക് അവനെ വിട്ടുകൊടുക്കുകയും നരകത്തിലിട്ട് അവനെ കരിച്ചു കളയുകയും ചെയ്യും. അതെത്ര മോശമായ പര്യവസാനമാണ്. ഇത് സൂറത്തു നിസായിലെ 4-ാം അധ്യായം 115-ാം വചനാണ്. ഇവിടെ വിശ്വാസികളുടെ വഴി എന്ന് ആദ്യമായി ഉദ്ദേശിക്കുന്നത് ഈ വചനങ്ങൾ ഇറങ്ങുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ റളിയല്ലാഹു അൻഹുവിൻ്റെ വഴിയാണ്, അവരുടെ പാതയാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് സഹാബികളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത്. നരകത്തിലിട്ട് കരിച്ചു കളയും എന്നാണ് പറഞ്ഞത്. അതിനാൽ ഞങ്ങൾ ഇമാം ബുഖാരിയെ അന്ധമായി പിന്തുടരുന്നില്ല. ഞങ്ങൾ പിന്തുടരുന്നത് ഖുർആൻ കൽപ്പിച്ച സഹാബികളുടെ റളിയല്ലാഹു അൻഹും വഴിയാണ്. ഇമാം ബുഖാരിയും മറ്റു മുഹദ്ദിസുകളും ചെയ്ത സേവനം സഹാബികൾ റളിയല്ലാഹു അൻഹു കൈമാറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ആധികാരികമായ ഇത് തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കുകയായിരുന്നു. പുതിയ മതം നിർമ്മിക്കുകയായിരുന്നില്ല. ഖുർആൻ നമ്മിലേക്ക് എത്തിയത് ആരിലൂടെയാണ്? മനുഷ്യരായ സഹാബികൾ മുഖേനയല്ലേ? അതേ വിശ്വസ്തരായ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും കൈമാറിയത്. ഖുർആൻ കൈമാറിയ മനുഷ്യരെ വിശ്വസിക്കുകയും അതേ ആളുകൾ സഹാബികൾ റളിയല്ലാഹു അൻഹു കൈമാറിയ സുന്നത്ത് വന്നാൽ ഇത് മനുഷ്യരുടെ പരിശോധന മാത്രമാണെന്ന് പറയുകയും ചെയ്യുന്നത് യുക്തിസഹമല്ല. ഞങ്ങൾ ഒരിക്കലും ഇമാം ബുഖാരിക്ക് ദീനിൽ പ്രമാണം നിർണയിക്കാനുള്ള അധികാരം അള്ളാഹു നൽകിയെന്ന് പറയുന്നില്ല. ഇമാം ബുഖാരി ദീനിൽ പുതിയൊരു പ്രമാണം സൃഷ്ടിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഹദീസ് ഗ്രന്ഥങ്ങൾ ഖുർആന് തുല്യമായ ദൈവിക മതപ്രമാണമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഖുർആൻ്റെ തെളിവ് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. പ്രമാണം ഇമാം ബുഖാരിയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ആ സുന്നത്തിലേക്കുള്ള വിശ്വസനീയമായ ഒരു മാർഗമാണ്. നിങ്ങൾ ഖുർആൻ സ്വീകരിക്കുന്നത് അള്ളാഹു ഉസ്മാൻ മുസ്ഹഫ് എന്ന പേരോ ഓരോ കാരിയുടെ പേരോ ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാണോ? അല്ല. ഖുർആൻ വിശ്വസനീയമായി നമ്മിലേക്ക് എത്തിച്ച സഹാബികൾ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നു. അതേ ഉസൂൽ തന്നെയാണ് സുന്നത്തിലും. സൂറത്ത് നിസാ 4-ാം അധ്യായം 115 ആയത്ത് സഹാബികൾ റളിയല്ലാഹു അൻഹുവിൻ്റെ വഴിയെ പിന്തുടരാൻ കൽപ്പിക്കുന്നു. എന്നാൽ ഇന്ന് സഹാബികൾ റളിയല്ലാഹു അൻഹുവിൻ്റെ വഴി നിങ്ങൾ എങ്ങനെ അറിയും? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്ത് പഠിപ്പിച്ചു, എങ്ങനെ നിസ്കരിച്ചു, എങ്ങനെ സക്കാത്ത് നൽകി, എങ്ങനെ ഹജ്ജ് ചെയ്തു എന്നെല്ലാം അറിയാനുള്ള മാർഗം അവർ കൈമാറിയ ഹദീസുകളും ആസാറുകളുമാണ്. അവയെ തള്ളിക്കളഞ്ഞിട്ട്
ഞാൻ സഹാബികളുടെ വഴിയിലാണ് എന്ന് പറയുന്നത് അത് സ്വയം വിരുദ്ധമാണ്. നിങ്ങൾ സൂറത്തു നിസ 4 അധ്യായം 59 ഉദ്ധരിക്കുന്നു. ശരിയാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മടങ്ങണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എങ്ങനെ മടങ്ങും? അദ്ദേഹത്തിൽ നിന്ന് ആധികാരികമായി കൈമാറപ്പെട്ട സുന്നത്തിലൂടെയല്ലാതെ മറ്റെന്ത് മാർഗമുണ്ട്? ഖുർആൻ മുത്തവാത്തിറാണ്, ഹദീസ് അല്ല എന്ന വാദവും അപൂർണമാണ്. എല്ലാ ഹദീസുകളും ആഹാദല്ല, മുത്തവാത്തിർ ഹദീസുകളുമുണ്ട്. അതുപോലെ ആഹാദ് റിപ്പോർട്ടുകൾ സ്വീകാര്യമാണെന്ന് സഹാബിമാരും താബിഈകളും പ്രായോഗികമായി തെളിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഒരു സഹാബിയെ ഒരു പ്രദേശത്തേക്ക് അയച്ചാൽ അദ്ദേഹം കൊണ്ടുവന്ന സുന്നത്ത് അവിടെയുള്ളവർ സ്വീകരിച്ചിരുന്നു. ഇത് മുത്തവാത്തിർ അല്ല എന്ന് പറഞ്ഞവർ നിരസിച്ചിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഹദീസിൻ്റെ ആധികാരികത പരിശോധിക്കുന്ന രീതി ഇമാം ബുഖാരി റഹിമഹുല്ല കണ്ടുപിടിച്ചതല്ല. അതിൻ്റെ അടിസ്ഥാനം സഹാബികൾ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത്. അവർ ഒരു ഹദീസ് കേട്ടാൽ സ്ഥിരീകരണം തേടുകയും ആവശ്യമെങ്കിൽ മറ്റൊരു സഹാബിയോട് സാക്ഷ്യം ചോദിക്കുകയും അത് വിവരിച്ച വ്യക്തിയുടെ വിശ്വാസ്യത പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇമാം ബുഖാരിയും മറ്റു മുഹദ്ദിസുകളും റഹിമഹുമുല്ലാ സഹാബികൾ റളിയല്ലാഹു അൻഹുവിൻ്റെ അതേ രീതിയെ അതീവ കൃത്യതയോടെ പിന്തുടർന്നു. അവർ പുതിയൊരു മതതത്വം കൊണ്ടുവന്നതല്ല. അതിനാൽ അള്ളാഹു ബുഖാരിക്ക് റഹിമഹുല്ല അധികാരം നൽകിയോ എന്ന ചോദ്യം പ്രസക്തമല്ല. യഥാർത്ഥ ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് സഹാബികൾ റളിയല്ലാഹു അൻഹു എങ്ങനെ സംരക്ഷിച്ചു? ആ സംരക്ഷിക്കപ്പെട്ട സുന്നത്ത് ഇന്ന് എവിടെയാണ് ലഭിക്കുന്നത്? അതിന് ഹദീസ് വിജ്ഞാനത്തെ ഒഴിവാക്കി ഒരു മറുപടി നൽകാൻ കഴിയുമെങ്കിൽ ദയവായി നൽകുക. കാരണം ഹദീസ് നിരസിച്ചുകൊണ്ട് തന്നെ സഹാബികളുടെ വഴി അറിയാമെന്ന് അവകാശപ്പെടുന്നത് തെളിവില്ലാത്ത അവകാശവാദം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇന്നെങ്ങനെ അറിയാം? 5 ലക്ഷം ഹദീസുകൾ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഹദീസ് വിജ്ഞാനത്തിൻ്റെ ശക്തിക്കുള്ള തെളിവാണ്, ദൗർബല്യത്തിനല്ല. എല്ലാം സ്വീകരിക്കാതെ കർശനമായി പരിശോധിച്ചാണ് സ്വീകരിച്ചത്. ഹദീസിൻ്റെ ആധികാരികത പരിശോധിക്കുന്ന രീതി ആരംഭിച്ചത്, ഒന്നുകൂടി പറയുന്നു, ഇമാം ബുഖാരി റഹിമഹുല്ലാ അല്ല, സഹാബികൾ തന്നെയാണ്. ഒരു ഹദീസ് കേട്ടാൽ അത് വ്യക്തമാക്കിയല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് പിന്നീട് വന്ന മുഹദ്ദിസുകൾ സഹാബികളുടെ അതേ രീതി പിന്തുടർന്നു. പുതിയ മതമുണ്ടാക്കിയിട്ടില്ല, പുതിയ തത്വം കൊണ്ടുവന്നിട്ടില്ല. സഹാബികളുടെ രീതിയെ സംരക്ഷിക്കുകയായിരുന്നു റളിയല്ലാഹു അൻഹും. ഖുർആൻ നമ്മിലേക്ക് എത്തിച്ചത് സഹാബികൾ, ഹദീസുകൾ നമ്മിലേക്ക് എത്തിച്ചത് അതേ സഹാബികൾ. ഖുർആൻ കൊണ്ടുവന്ന അതേ സഹാബികൾ റളിയല്ലാഹു അൻഹും ഹദീസ് കൊണ്ടുവന്നപ്പോൾ മാത്രം അവർ വിശ്വാസയോഗ്യരല്ലെന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? ഖുർആൻ മാത്രം മതി എന്ന് പറയുമ്പോൾ ഖുർആൻ തന്നെ എന്താണ് പറയുന്നത്? നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. സൂറത്ത് നിസ 4 അധ്യായം 59 വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എങ്ങനെ മടക്കും? അദ്ദേഹത്തിൻ്റെ ആധികാരിക സുന്നത്തിലൂടെയല്ലാതെ മറ്റെന്ത് മാർഗമുണ്ട്? 15:9 ഖുർആൻ മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടത് എന്ന വാദം. 15:9 ദിക്ർ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറയുന്നു. അതേ ഖുർആൻ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ കൽപ്പിക്കുന്നു. അദ്ദേഹം വചനങ്ങൾ വിശദീകരിക്കുമെന്നും 16:44 പറയുന്നു. അള്ളാഹു അനുസരിക്കാൻ കൽപ്പിച്ചു, വചനങ്ങൾ അദ്ദേഹം വിശദീകരിക്കും എന്ന് പറഞ്ഞ് സുന്നത്ത് പൂർണ്ണമായി നഷ്ടപ്പെടാൻ അനുവദിച്ചു എന്ന് പറയുന്നത് ഖുർആന്റെ തന്നെ കൽപ്പനയെ അസാധ്യമാക്കുന്നു. നിങ്ങളും ഖുർആനോട് യോജിക്കുന്ന ഹദീസ് മാത്രം സ്വീകരിക്കുമെന്ന് പറയുന്നു. യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നിങ്ങളല്ലേ? അപ്പോൾ നിങ്ങൾ എതിർക്കുന്ന അതേ മനുഷ്യൻ്റെ വിലയിരുത്തൽ തന്നെയാണ് നിങ്ങളുടെ രീതിയുടെയും അടിസ്ഥാനം.
എന്നാൽ വ്യത്യാസം പരലോകത്ത് ഭയാനകമാകും. മുഹദ്ദിസുകൾക്ക് ഇസ്നാദ്, റാവികൾ, ജർഹ് വ തഅദീൽ, ഇല്ലൽ തുടങ്ങിയ കർശനമായ ശാസ്ത്രീയ മാനദണ്ഡങ്ങളുണ്ട്. അത് സഹാബികളെ പിൻപറ്റിക്കൊണ്ട് അവരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ചെയ്യുന്ന രീതി. ഖുർആനിൽ അല്ലാഹു സഹാബികളെ പിൻപറ്റാൻ കൽപ്പിച്ചു, അവരുടെ വഴി പിന്തുടരാൻ കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾക്ക് എനിക്ക് ഖുർആനോട് യോജിക്കുന്നു എന്ന് തോന്നുന്നില്ല എന്ന വ്യക്തിപരമായ വിലയിരുത്തൽ മാത്രമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നിസ്കാരത്തിൻ്റെ ഓരോ റക്അത്തിലും എത്ര റുക്കൂ, എത്ര സുജൂദ്, സുബഹിന് 2 റക്അത്ത്, മഗ്‌രിബിന് 3, ഇശാക്ക് 4 എന്ന് ഖുർആനിൽ എവിടെയാണ്? ഹജ്ജ് ചെയ്യുക എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ തവാഫ് എത്ര പ്രാവശ്യം, സഅയ് എത്ര പ്രാവശ്യം, ജമ്മിലെ കല്ലെറിയൽ എത്ര കല്ല് വേണം? ഇവയുടെ പ്രായോഗിക രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് യഥാർത്ഥ ചോദ്യം ബുഖാരി പ്രമാണമാണോ എന്നല്ല, അള്ളാഹു അനുസരിക്കാൻ കൽപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇന്ന് എവിടെ നിന്ന് അറിയാം എന്നതാണ്. ആ ചോദ്യത്തിന് ഹദീസ് വിജ്ഞാനത്തെ ഒഴിവാക്കി ഇന്ന് വരെ ആരും ഒരു മറുപടി നൽകിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരിക സുന്നത്ത് ഇന്ന് എങ്ങനെ തിരിച്ചറിയും? താങ്കൾ പറയുന്നു ഖുർആനിലൂടെ. ശരി, അപ്പോൾ ഖുർആനിൽ നിന്ന് മാത്രം ഞാനിനി പറയാൻ പോകുന്നവ കാണിച്ചു തരാമോ? ഖുർആനിൽ സൂറത്ത് തൗബ 9-ാം അധ്യായം 36-ാം വചനത്തിൽ പറഞ്ഞ 4 വിശുദ്ധ മാസങ്ങൾ ഏതൊക്കെയാണ്? ളുഹറിൽ 4 റക്അത്ത് എന്ന് പറഞ്ഞത് എവിടെ? ഹജ്ജ് ജംറാത്തിൽ 7 കല്ലുകൾ എറിയണം എന്ന് പറഞ്ഞു. തവാഫ് 7 പ്രാവശ്യം എന്ന് പറഞ്ഞു. വിവാഹിതനല്ലാത്ത വ്യഭിചാരിക്ക് 100 ചാട്ടവാർ അടിയാണെന്ന് ഖുർആനിലുണ്ട്. എന്നാൽ വിവാഹിതനായ വ്യഭിചാരിയുടെ വിധി എവിടെ നിന്നാണ് അറിയുന്നത്? ഒരു പ്രായോഗിക അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടിയുണ്ടോ? ഖുർആനിൽ നിന്ന് തരാൻ പറ്റുമോ? ഒരു പ്രായോഗിക പാരമ്പര്യമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അതാണ് ഞങ്ങൾ സുന്നത്ത് എന്ന് വിളിക്കുന്നത്. ആ പാരമ്പര്യം നമുക്ക് ആരാണ് കൈമാറിയത്? അത് സഹാബിമാർ റളിയല്ലാഹു അൻഹു. അത് പിന്നീട് എവിടെയാണ് രേഖപ്പെടുത്തപ്പെട്ടത്? അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ. അതിനാൽ പാരമ്പര്യം സ്വീകരിക്കും, പക്ഷേ അത് രേഖപ്പെടുത്തിയ ഹദീസ് സ്വീകരിക്കില്ല എന്നത് യുക്തിപരമായി നിലനിൽക്കാത്ത നിലപാടാണ്. നിങ്ങൾ 46:9 ഉദ്ധരിക്കുന്നു. എനിക്ക് വെളിപ്പെടുത്തപ്പെടുന്നതിനെ മാത്രമാണ് ഞാൻ പിന്തുടരുന്നത്. ഇത് താങ്കളുടെ നിലപാടിനെ സഹായിക്കുന്നില്ല, മറിച്ച് ഞങ്ങളുടെ നിലപാടിനെയാണ് ശക്തിപ്പെടുത്തുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം സംസാരിച്ചിരുന്നില്ല. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം സംസാരിച്ചത്, പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ റസൂലിൻ്റെ അനുസരണത്തെ അള്ളാഹുവിൻ്റെ അനുസരണമായി പ്രഖ്യാപിക്കുന്നത്. ഇത് 4-ാം അധ്യായം 80-ാം വചനാണ്. താങ്കൾ പറയുന്നു 4:59 അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിലേക്കാണ് മടക്കേണ്ടത്. ഇന്ന് അദ്ദേഹം കൈമാറിയ സംരക്ഷിത വെളിപ്പാടായ ഖുർആനിലേക്കാണ് മടക്കേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് മാത്രമാണ് ഈ ആയത്ത് ബാധകമെന്ന് ആര് പറഞ്ഞു? അതിന് ഖുർആനിൽ നിന്നുള്ള തെളിവ് നൽകുക. മാത്രമല്ല, അന്നും ഇന്നും ഖുർആനിലേക്കാണ് മടക്കേണ്ടതെങ്കിൽ അള്ളാഹുലേക്ക് മടക്കുക എന്ന് മാത്രമാണ് പറയേണ്ടത്. റസൂലിലേക്കും എന്ന് പ്രത്യേകം പറയാൻ പാടില്ല. പിന്നെ ബുഖാരിയിലേക്കോ മുസ്ലിമിലേക്കോ മടങ്ങുക എന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് നൽകുക. റസൂലിലേക്ക് മടക്കുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് മാത്രമാണെന്ന് ഖുർആനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? തെളിവ് നൽകുക. നിങ്ങൾ ചോദിച്ചു, ഹദീസുകൾക്ക് ദൈവിക മാനദണ്ഡം എവിടെയാണ്? നിങ്ങൾ അറിയുക, ഹദീസിൻ്റെ ആധികാരികത പരിശോധിക്കുന്ന രീതി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കണ്ടുപിടിച്ചതല്ല. അതിൻ്റെ അടിസ്ഥാനം സഹാബികൾ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത്. അവർ ഒരു ഹദീസ് കേട്ടാൽ സ്ഥിരീകരണം തേടുകയും അങ്ങനെ സാക്ഷ്യം ചോദിക്കുകയും അത് വിവരിച്ച വ്യക്തിയുടെ വിശ്വാസ്യത പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇമാം ബുഖാരിയും മറ്റു മുഹദ്ദിസുകളും റഹിമഹുല്ലാഹ് സഹാബികളുടെ
അതേ രീതിയെ അതീവ കൃത്യതയോടെ പിന്തുടർന്നു. അവർ പുതിയൊരു മതതത്വം കൊണ്ടുവന്നതല്ല. വ്യക്തമാക്കിയല്ലോ. സഹാബികൾ റളിയല്ലാഹു അൻഹും ഏകോപിച്ച വഴിയെ പിന്തുടരാനാണ് അള്ളാഹു കൽപ്പിച്ചത്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നവന് നരകശിക്ഷയാണെന്ന് അള്ളാഹു സൂറത്ത് നിസ 4 അധ്യായം 115 മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി. ഇനിയും ചോദിക്കട്ടെ, ഇനി നിങ്ങൾ മറുപടി പറയണം. ഖുർആനിൽ നിന്ന് മാത്രം നിങ്ങൾ ഈ പറയുന്നവ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? ഒന്നും കൂടി ചോദിക്കുകയാണ്. ഖുർആൻ സൂറത്ത് തൗബ 36 പറയുന്ന 4 വിശുദ്ധ മാസങ്ങൾ ഏതൊക്കെയാണ്? ളുഹറിൽ 4 റക്അത്ത് എവിടെയാണ് ഖുർആനിൽ? ഹജ്ജിലെ ജംറകളിൽ 7 കല്ലുകൾ എറിയണമെന്നത്. വിവാഹിതനല്ലാത്ത വ്യഭിചാരിക്ക് 100 ചാട്ടവാർ അടിയുണ്ട് എന്ന് ഖുർആനിലുണ്ട്. എന്നാൽ വിവാഹിതനായ വ്യഭിചാരിയുടെ വിധി എവിടെ? ബാറക്കല്ലാഹു ഫീക്കും. പിന്നീട് ഹദീസ് നിഷേധി പ്രതികരിച്ചിട്ടില്ല. ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകട്ടെ. അദ്ദേഹം പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.